ഇങ്ങനെയാണ് മച്ചാമാരെ നല്ല തേങ്ങാപ്പാലും പുളിയൊക്കെ ഇട്ട് നല്ല കുറുകിയ പിലോപ്പിക്കറി ഉണ്ടാക്കുന്നത്. ഈ സാധനം നമ്മ ചോറിൽ കുഴച്ചങ്ങനെ അടിച്ചാലുണ്ടല്ലോ എന്റെ പൊന്നു മക്കളെ, ഇത് വേറെ സാധനമാണ്. ഇത് ജർമ്മനിയിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും, സാധനങ്ങൾ നിങ്ങൾ എവിടെന്ന് മേടിക്കണമെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമ്മുടെ മെയിൻ സാധനം പിലോപ്പി. ഈ മീൻ ഞാൻ മേടിച്ചത് കൗഫ്ലാൻഡിൽ നിന്നാണ്. ഫ്രോസൺ ഐറ്റംസ് വെക്കണ സെക്ഷനിൽ നിന്ന് സാധനം കിട്ടും. ആദ്യം തന്നെ ഈ മീൻ അങ്ങനെ എടുക്കുക, എന്നിട്ട് നല്ല വെടിപ്പിനെ ക്ലീൻ ചെയ്യുക. വയറ് ക്ലീൻ ചെയ്തിട്ടാണ് ഈ സാധനം നമ്മുടെ അടുത്തോട്ട് വന്നത്. അതുകൊണ്ട് നമുക്ക് ചെതമ്പലും ഈ പുറമേ കാണുന്ന മുള്ളൊക്കെ അങ്ങോട്ട് പറിച്ചു കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് മീനിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്, ഇത് രണ്ടും കൂടി കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ആ മീനിന്റെ സ്മെല്ല് അങ്ങോട്ട് പോയി കിട്ടും. ഇനി 2 കുടമ്പുള്ളി എടുക്കുക, എന്നിട്ട് ചൂടുവെള്ളത്തിനോട് ഒഴിച്ചിടാം. അവിടെ കിടക്കട്ടെ. ക്ലീൻ ചെയ്ത മീൻ പീസായിട്ട് അങ്ങോട്ട് കഷ്ണിക്കുക. ഒരു പാതി സവാള, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് അരിഞ്ഞവിടെ വെക്കാം. നല്ല കിണ്ണം കാച്ചി ചൂട്ടിലിരിക്കുന്ന പാനിലോട്ട് ലിഡിലിന്ന് അല്ലെങ്കിൽ DMA എന്ന് പിടിച്ച വെളിച്ചെണ്ണ, വെട്ടിത്തളച്ച വെളിച്ചെണ്ണയിലോട്ട് ഉലുവ, പിന്നെ കുറച്ച് കടുക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ രീതിയിൽ മുരിപ്പിക്കൊന്നും വേണ്ട. ആ പൊടികൾ അങ്ങോട്ട് ഇട്ടോ. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, ഇളക്കിളക്ക പൊടി കരിയാതെ മുരിപ്പിക്കുക. പൊടി മൂത്ത് കഴിയുമ്പോ നമ്മതേത് ഇതുപോലെ മസാലമൂത്ത് ഇപ്പൊ നമുക്ക് മനസ്സിലാവും പൊടി മൂത്തുന്നു. എന്നിട്ട് അതിലോട്ട് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ച തേങ്ങ, ഫ്രോസൺ തേങ്ങ, അതും കൂടി ഇട്ട് വയറ്റി തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലോട്ട് ഇടാ. 2 കിർക്കിർ പരിപാടി കഴിഞ്ഞ്. എന്നിട്ട് പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട്, കുറച്ച് ഉള്ളി ഇട്ട്, കടുക് വറ അതിലോട്ട് കിർക്കിർ അടിച്ച മസാല അങ്ങോട്ട് തട്ടാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ബിളുബിളുന്ന് തിളക്കണവരെ അവിടെ ഇടാം. ആ ബിളുബിളു അടപ്പുറക്കുമ്പോൾ മോത്തടിക്കണം, അത്ര രീതിയിൽ തിളക്കണം. എന്നിട്ട് ആ വെട്ടി തിളച്ച ചാറിലോട്ട് പ്ലുക്കു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിലോപ്പേ ഇട്ട് കൊടുക്കുക. കറക്റ്റ് 10 മിനിറ്റ് അടച്ചു വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നിട്ടാ. എന്നിട്ട് ഈ കുറുകിയ മീൻ ചാറങ്ങനെ എടുക്കുക. നല്ല വെള്ളരി ചോറിലോട്ട് അങ്ങനെ ഇടുക. വേണമെങ്കിൽ ഒരു മീൻ എടുത്ത് വറുത്തോ. ആ മീൻ വറുത്തതും ഈ ചോറും മോര് ചാറും കൂടി ഒരു പിടി അങ്ങനെ പിടിച്ചാണ്ടല്ല എന്റെ പൊന്ന് സാറേ. അപ്പൊ മക്കളെ, നിങ്ങൾ എന്തായാലും സാധനം ട്രൈ ചെയ്യണം. ജർമ്മനിയിലുള്ളവർ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പൊ അടുത്തൊരു കാണുന്നവരെ ചൂസ്.